എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഞാനൊരു ഗിവ് അവേ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള പോസ്റ്റുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഫോട്ടോസും ഇട്ടിട്ടുണ്ട്. അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ എന്നെ പുകഴ്ത്തി കമൻ്റ് ഇടണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഒന്നും ഇല്ല. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ഒരു ഇമോജി ഇട്ടിട്ട് എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം അതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി. ഇത് ഒരു തവണ മാത്രമല്ല, 22 ദിവസം ഇത് ചെയ്യണം വീഡിയോയ്ക്ക്. കാരണം ഒന്നോ രണ്ടോ പേര് അല്ലെ 1-2 പ്രാവശ്യമൊക്കെ ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ അത്രയും ആഗ്രഹം അല്ലെങ്കിൽ അത്രയും വേണമെന്ന് ആഗ്രഹിച്ച് നമുക്ക് അങ്ങനെയുള്ളവരായിരിക്കും എല്ലാ ദിവസവും ഇത് ചെയ്യുന്നത്. അങ്ങനെ ഒരാൾക്ക് ഞാനിത് കൊടുക്കുകയുള്ളൂ. അല്ല ചുമ്മാ ഒരു ഭാഗ്യപരീക്ഷണം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ 22 ദിവസവും ആ ഒരു കമൻറ്റ് ഇട്ട ആളുകളെ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. അങ്ങനെ ഒരാൾക്ക് കിട്ടട്ടെ. ഏറ്റവും ഒരു ആഗ്രഹിച്ച് നമുക്ക് എന്താ പറയുക, ഒരു മടി കൂടാതെ കമൻറ്റ് ചെയ്ത ഒരാൾക്ക് കിട്ടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിന് ചെയ്യേണ്ടത്, ഞാനിടുന്ന വീഡിയോയ്ക്ക് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. ആ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് അയച്ചു തരും. എല്ലാ ദിവസവും എല്ലാ ദിവസവും വീഡിയോ ഇടുമല്ലോ. ആ വീഡിയോയ്ക്ക് എന്തെങ്കിലും ഒരു ഇമേജ് കിട്ടാലും മതി. എന്നെ പുകഴ്ത്തണമെന്ന്, എൻ്റെ വീഡിയോ സൂപ്പറാണെന്ന് പറയാം, അങ്ങനെയൊന്നുമില്ല. എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല. ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മാത്രം മതി. ഇത് പുതിയ സാധനമല്ല കേട്ടോ. ഇത് ഞാൻ മുഖമൊക്കെ കാണിച്ചു ഒരു ചാനൽ ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് മേടിച്ചൊരു സാധനമാണ്. പക്ഷെ എനിക്ക് എന്തോ മുഖമൊക്കെ കാണിച്ച് വീഡിയോ ചെയ്യാനുള്ള ഒരു മടി നാണമൊക്കെ കാരണം ഞാൻ അത് മാറ്റിവെച്ചു. അപ്പോൾ ഇതിപ്പോൾ വെറുതെ ഇരിക്കുകയാണ്. ഞാനിത് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് ആർക്കെങ്കിലും കൊടുത്തിട്ട് കള്ളു കുടിക്കും. അപ്പോൾ പാടാനറിയാവുന്ന അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന, യൂട്യൂബിലൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് ഇതൊക്കെ വെച്ച് അടിപൊളിയായിട്ട് അവർക്കൊരു സ്റ്റുഡിയോ സെറ്റപ്പൊക്കെ വീട്ടിലുണ്ടാക്കാൻ പറ്റും മുറിയിൽ. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇത് കിട്ടട്ടെ. പാട്ടൊക്കെ പാടുന്നവർക്ക് കിട്ടട്ടെ. നല്ല അടിപൊളി സാധനമാണിത്. എനിക്കിതൊക്കെ എന്താ വെച്ച് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാനുള്ളൊരു മടി ചമ്മലൊക്കെ കാരണമാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ഇമോജി അയച്ചാലും മതി. നമ്മളത് അയക്കുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് എല്ലാം കൂട്ടി വെക്കുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങളെ തിരഞ്ഞെടുത്ത്, അതായത് കുറിയിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരാൾക്ക് അയച്ചു തരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം, ഞാൻ എല്ലാ മാസവും ഒരു ഇങ്ങനെ ഗിവ് അവേ ചെയ്യാൻ ആഗ്രഹിക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ കൂടെ നിൽക്കുന്ന കൂട്ടുകാർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം അയച്ചു തരുന്നതായിരിക്കും. അതെല്ലാം ഇതുപോലെ ആയിരിക്കും. എല്ലാവരുടെയും ഒരു കമൻറ്റ് എനിക്ക് തരുമെങ്കിൽ ഞാൻ അവർക്കൊക്കെ ഒരു കൊച്ചു സമ്മാനം, എന്തെങ്കിലും പ്രയോജനമുള്ളൊരു കാര്യം വാങ്ങിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സ്വന്തമായി വീടോ കഴിക്കാൻ നല്ല ഭക്ഷണമോ ഇല്ലായിരുന്നു. EMI അടയ്ക്കാത്തതിനാ ജിപ്സി എടുത്തുകൊണ്ടുപോയി. കിങ് ഖാൻ്റെ പഴയ കാലത്തെക്കുറിച്ച് ജൂഹിച്ചവള. ഷാരുഖ് ഖാൻ്റെ പഴയകാല ജീവിതത്തെക്കുറിച്ച് വെളിപ്പെടുത്തി ജൂഹിച്ചവള. സ്വന്തമായി വീടോ കഴിക്കാൻ നല്ല ഭക്ഷണമോ ഇല്ലായിരുന്ന കാലത്തെക്കുറിച്ച് തൻ്റെ ആരാധകരോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം. ഗുജറാത്ത് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ആണ് നടിയുടെ ഈ വെളിപ്പെടുത്തൽ. ഷാരുഖിന് മുംബൈയിൽ സ്വന്തമായി വീടില്ലായിരുന്നുവെന്നും ആ കാലത്ത് മുംബൈയിൽ എവിടെയാണ് അദ്ദേഹം താമസിച്ചിരുന്നത് എനിക്ക് അറിയില്ല എന്നുമാണ് ജൂഹി പറഞ്ഞത്. സിനിമാ യൂണിറ്റിനൊപ്പമാണ് ഷാരുഖ് ചായയും ഭക്ഷണവും കഴിച്ചിരുന്നത്. 2-3 ഷിഫ്റ്റുകളിൽ ജോലി ചെയ്ത് തന്നോടൊപ്പം ഒരുമിച്ച് ചിത്രങ്ങൾ ചെയ്തുവെന്നും നടി ഓർമ്മിച്ചു. മുന്നേറണമെന്ന ചിന്ത ഷാരുഖിനുണ്ടായിരുന്നു. താരത്തിന് ഒരു കറുത്ത ജിപ്സി ഉണ്ടായിരുന്നു. EMI അടയ്ക്കാത്തതിൻ്റെ പേരിൽ ഒരു ദിവസം ആ ജിപ്സി എടുത്തുകൊണ്ടുപോയി. അതിനുശേഷം വളരെ നിരാശയോടാണ് ഷാരുഖ് സെറ്റി വന്നത്. വിഷമിക്കേണ്ട, ഒരിക്കൽ നിങ്ങൾ ഇതുപോലെ ഒരുപാട് കാറുകൾ ഉടമയാകുമെന്ന് ഞാൻ ഷാരുഖിനോട് പറഞ്ഞുവെന്ന് ജൂഹിച്ചവളെ പറഞ്ഞു. അതിപ്പോൾ സത്യമായി എന്നാണ് നടി പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ ഗിവ് അവേയുടെ കാര്യം ആരും മറക്കരുത്. കമൻറ്റ് ചെയ്യുക. എന്നെ പുകഴ്ത്തിക്കൊണ്ടോ എൻ്റെ വീഡിയോ പുകഴ്ത്തിക്കൊണ്ടോ അങ്ങനെ ഒന്നും ചെയ്യണമെന്നില്ല. അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. അങ്ങനെയുള്ളതൊന്നും ഞാൻ എടുക്കത്തില്ല. ചീത്ത വിളിച്ചോട്ടും ചെയ്യരുത്. അങ്ങനെയുള്ളതൊന്നും ഞാൻ എടുക്കത്തില്ല. തെറിയിട്ടിട്ട് ആരെങ്കിലും സമ്മാനം തരും. അതുകൊണ്ട് അങ്ങനെയും ചെയ്യരുത്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഇമോജി ചെയ്താലും മതി. എന്നിട്ട് സ്ക്രീൻഷോട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അയക്കുക.
ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ മാത്രമേ ചിലപ്പോൾ മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഫോളോ ചെയ്യുക. നമുക്ക് വീണ്ടും ഇങ്ങനെയുള്ള അടുത്ത മാസവും നമുക്ക് ഇങ്ങനെയുള്ള ഗീവ് അവേ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്തെങ്കിലുമൊക്കെ സമ്മാനം ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും, ഉറപ്പ്.